നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ, പത്രോസിന്റെ ലേഖനത്തിലെ പത്രോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. ആ ലേഖനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പത്രോസ് അതിഭയങ്കരമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാം തീരാൻ പോവുകയാണ്, എല്ലാം തീരാൻ പോകുന്നു, എല്ലാം അവസാനിക്കാൻ പോകുന്നു. ആ, എന്താ പറയുന്നത്? പത്രോസ് പറയുന്നത് എന്താ? കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി, ഭൂമിയും അതിലുള്ള സകലവും എരിഞ്ഞു പോകും. ഇങ്ങനെ അങ്ങനെ പോവും. എന്നാൽ നിങ്ങളോ പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ അതുകൊണ്ട് പ്രിയരെ എന്ന് പറഞ്ഞ വിശ്വാസികളായ നമ്മളോട് വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തവരായ നമ്മളോട് പത്രോസ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ അതിന്റെ അവസാനം പറയുന്ന കാര്യം, അവിടെ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പം എടുക്കുന്നില്ല. ലാസ്റ്റ് പറയുന്നത് 18-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം എന്നുള്ളത് എന്ത് ചെയ്യണം? പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം എന്നുള്ളത് ചെയ്യാനുള്ളതാണ് ബ്രദർ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം. പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് 8 കാര്യങ്ങൾ. അത് വായിച്ച് പരിജ്ഞാനത്തിൽ അതവിടെ അങ്ങനെ പത്രോസ് പറയുന്നത്. അതുണ്ടെങ്കിൽ എന്റെ ട്രാൻസ്ലേഷനിൽ ഈ 8 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇവ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിൽ പ്രയോജനമില്ലാത്തവരും ഫലശൂന്യരുമാകാതെ സൂക്ഷിച്ചുകൊള്ളും. അപ്പൊ 8 കാര്യങ്ങൾ നമ്മളിപ്പം സന്ദീപ് അത് തന്നെ പറഞ്ഞു, ബ്രദറെ പറഞ്ഞ ആ കാര്യം വീണ്ടും പറഞ്ഞു. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ 8 കാര്യങ്ങൾ വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹത്തിൽ വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുന്ന 8 കാര്യങ്ങൾ ഒന്നിനോടൊന്ന് ചേർക്കുന്നതായിട്ടാ. അതിനോട് ചേർത്തു അങ്ങനെ. അപ്പൊ ഒന്നില്ലാതെ പോകുന്നില്ല, ഒന്ന് വിട്ടുകളയാൻ പറ്റത്തില്ല, അല്ലെ? അങ്ങനെയാണ് അത്. ഒന്നിനോടൊന്ന് ചേർന്നത് 8 വരുമ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ പറ്റും. എന്ത്? നമ്മൾ പരിജ്ഞാനത്തിൽ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പ്രയോജനമുള്ളവരും പ്രയോജനമില്ലാത്തവരും ഫലശൂന്യരും ആകാതെ സൂക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളാകും. എന്താവും? ഫലമുള്ളവരും പ്രയോജനമുള്ളവരും ആകും. അതല്ലേ വേണ്ടത്. അവസാനം മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എല്ലാം നശിച്ചു പോകാൻ പോകുന്ന ഒരു കാലത്ത് നിങ്ങളെല്ലാം ഉണ്ടാകേണ്ട കാര്യം ഇതാണ്. പല കാര്യങ്ങളും കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ആൾക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ സഭയിലിരിക്കുന്നവർക്കെല്ലാം ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്ന് ഉറപ്പുണ്ടോ? തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഞാൻ ബ്രദർ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ബ്രദർ ഇന്ന് തുടങ്ങിയപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ആദ്യം ഇങ്ങനെ പറഞ്ഞു, ബ്രദർ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടതിന് കുഴപ്പമാണ്. ക്രിസ്തീയ ജീവിതം ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്നത് പോലെ വളരെ ലളിതമാണ്. അങ്ങനല്ലേ ബ്രദർ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞത്? ക്രിസ്തീയ ജീവിതം കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്നത് പോലെ വളരെ സിമ്പിൾ ആണ് എന്നല്ലേ? ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ആസ്വദിച്ച് ചെയ്യേണ്ടതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു. അതാണ് നമുക്കിന്ന് വളരെ ഉത്സാഹത്തോടെ മുറുകെ പിടിക്കേണ്ടത്. നമ്മളുടെ ജീവിതം നമ്മൾ വലിയ ഭാരപ്പെട്ടും കഷ്ടപ്പെട്ടും ഒന്നുമല്ല ഇവിടെ നിന്നിപ്പോൾ ഇത്രയും നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, നമ്മളെ വിളിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യമാണ്. എന്താണ്? വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം, സർവശക്തനായ ദൈവം, രാജാവ് വിളിച്ചിരിക്കുന്നത്. ആ രാജാവ് സർവശക്തനായ ദൈവമാണ്. ആ വിളി എന്ന് നമുക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ കിട്ടി എന്ന് മാത്രമല്ല. ഞാനിപ്പോ ഈ രാജാവിനെ കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ രാജാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു വാക്യം, രാജാവ്. ആ രാജാവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എഫെസ്യരുടെ ഒരു വാക്യം തന്നെയാണ് വന്നത്. തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും നിർവഹിക്കുവാൻ കഴിയുന്നവനായത്. അതെന്നെ ഭയങ്കരമായിട്ട് ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അത് ബ്രദർ എന്ന് പറഞ്ഞു. നമ്മൾ വളരെ കാര്യം ഈ 8 കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയും കൂടെ വേണ്ട. അതാ 8 കാര്യങ്ങൾ. ഇനി അതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതാരാ നമ്മളെ വിളിച്ചത്?
ആരാ വിളിച്ചത്? രാജാവ്. ആ രാജാവ് എങ്ങനെയുള്ളവരാണെന്നാണ് ആ വാക്യം. എഫെസ്യലേനും 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. സ്വന്തം ഹിതത്തിന്റെ ആലോചന അനുസരിച്ച് സകലവും പ്രവർത്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം മുൻ നിർണയിച്ചതുപോലെ ക്രിസ്തുവിന്റെ അവകാശത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തു ക്രിസ്തുവിന്റെ അവകാശത്തിനായിട്ട്. പക്ഷെ ആ തെരഞ്ഞെടുത്ത ആളുടെ ഒരു പ്രത്യേകത എന്താ? തന്റെ ഹിതത്തിന്റെ ആലോചന അനുസരിച്ച് സകലവും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, ആ രാജാവിന് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ദൈവമാണ്. അത്രമാത്രം വലിയവനായ ഒരു ദൈവമാണ്. അവൻ അവിടുന്ന് എന്താലോചിച്ചാലും ആഗ്രഹിച്ചാലും അത് അതുപോലെ നിവർത്തിക്കുവാൻ കഴിയുന്നവനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു നിർണയം ആർക്ക് ലഭിച്ചു? എനിക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തിന് പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് വളരെ ലളിതമായി തീരുന്നത് നമ്മുടെ ജീവിതം. അത് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചേർക്കാൻ ഈ വിശ്വാസത്തോട് വീര്യവും അങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും ചേർക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. ഇത് ചെയ്യുന്നത് ആരാണ്? രാജാവാണ് വിളിച്ചിരിക്കുന്നത്. ആ രാജാവ് തന്നെ അത് ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളതാണ്. ആ രാജാവിന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ചൊരു നിർണയം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ രാജാവിന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ചൊരു ഒരു ആഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ രാജാവ് എന്നെ വിളിച്ചു എന്നുള്ളതിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷമുള്ളതും വളരെ ഈസിയായി. അതാണ് ആ വിളി. അതിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിത്രം തെളിഞ്ഞു നിന്നാൽ ആ വിരുന്ന് ആസ്വദിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ആസ്വദിക്കാം. ഭാരപ്പെടണ്ട. എന്നാൽ അലസരാകരുത്. നമ്മൾ അലസരാകുകയും ചെയ്ത് നമ്മൾ ഇന്ന് കേട്ടതുപോലെ വിവാഹ വസ്ത്രം ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഉറപ്പാക്കുകയും വേണം. വിരുന്ന് ആസ്വദിക്കാം, പക്ഷെ അവിടെ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് ആ കല്യാണ വസ്ത്രം അത് നമ്മളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും വേണം. അത് നമ്മളിൽ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഉറപ്പാക്കുകയും വേണം. എങ്കിൽ പിന്നെ നമുക്ക് സന്തോഷത്തോടെ ഈ ജീവിതം ആസ്വദിക്കാം. വിരുന്ന് ആസ്വദിക്കാം. ഉള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസേനയിൽ ഈ രീതിയിൽ കാണാം. നമ്മൾ ലഭിച്ചിരിക്കുന്ന നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുവാൻ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും എന്റെ ട്രാൻസ്ലേഷനിൽ അധികമൊന്നല്ല, അത്യധികം എന്നാ എന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ അത്യധികം ഉറപ്പാക്കാൻ ഉത്സാഹിപ്പീൻ. അതാണ് ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ആഹ്വാനം. ദൈവാത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം അതാണ്. അത് ഉറപ്പാക്കുവാൻ എന്താണ് വേണ്ടത്? നമ്മളിന്ന് കേട്ടു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പരിശോധന നടത്താം. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധന നടത്താം. എവിടെയെങ്കിലും നമുക്ക് അതിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ ദൈവം നമുക്ക് നൽകിയ തെരഞ്ഞെടുപ്പിനനുസരിച്ച് വേറെ വിളിക്കപ്പെട്ടവർ മാത്രമായി ഇരിക്കുന്നത് ആ കല്യാണ വിരുന്നിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളിലേക്ക് വന്ന കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. അപ്പോൾ തന്നെ നമുക്ക് ആ വിവാഹ വസ്ത്രം നഷ്ടപ്പെടുവാൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും തരത്തില് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കളങ്കത്താൽ ഏറ്റുപറയാത്ത ഏതെങ്കിലും ഒരു പാപം എന്ന് തന്നെ പച്ചയായിട്ട് പറയാം, ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപത്തിന്റെ അവസ്ഥയാൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു പാപം അവിടെ നിൽക്കുന്നതിനാൽ ആ വിവാഹ വസ്ത്രം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. കർത്താവായ യേശു ക്രിസ്തു അതിനുവേണ്ടിയുള്ളതാണ്. ഇന്ന് ലോകമെമ്പാടും കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അതിലൂടെ ലഭിച്ച ബെനിഫിറ്റിനെ ഓർക്കാം. കർത്താവിന്റെ ക്രൂശ് മരണത്തെ അല്ല നമ്മൾ ഓർക്കുന്നത്, എന്നാൽ ആ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച പ്രയോജനത്തെ ഓർക്കാം. ആ പ്രയോജനം എന്തായിരുന്നു? ഏത് കളങ്കവും കഴിവാൻ തക്കോണം അവിടുന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് രക്തം ചൊരിച്ചു എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ആ കല്യാണ വസ്ത്രം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അത് തന്നെയാണ്. നമുക്കത് ഓർക്കാം. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ചെയ്തയായ പരമയാഗത്തെ ഓർക്കാം. അതിന്റെ മറവിൽ നമുക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ദൈവാത്മാവ് ഓർമ്മ തരുന്നെങ്കിൽ, നീ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വിവാഹ വസ്ത്രം. നിനക്ക് വളരെ ലളിതമായിട്ട് ആസ്വദിക്കേണ്ട ആ കല്യാണ വിരുന്നിലേക്ക് കടക്കുമ്പോൾ അവിടെ
രാജാവ് വരുമ്പോൾ നിന്നെ അയോഗ്യനാക്കാൻ സാധ്യതയുണ്ട്. നിന്റെ വസ്ത്രം കളങ്കപ്പെട്ടിരിക്കുന്നു, അത് കഴുകുവാൻ ഒരു അവസരമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാം. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥനയ്ക്കായിട്ട്. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിനെ വരവടിച്ചിരിക്കുന്നു. ഒരുക്കമുള്ളവരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്കുള്ള വിളി. നമുക്കുള്ള ആഹ്വാനം എപ്പോഴും അതാണ്, ഒരുക്കമുള്ളവരായിട്ട് നിൽക്കുക. ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം. നമ്മൾ ഒരു കല്യാണ വിരുന്നിന്റെ കർത്താവ് പറഞ്ഞ ഉപമയുടെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ പരിശോധിക്കുവാനായിട്ടുള്ള വചനത്തെ നമുക്ക് ആത്മാവ് അയച്ചു തന്നു. അതേ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. നമ്മൾ ആ കല്യാണ വസ്ത്രം അത് നഷ്ടപ്പെടാതെ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. നമ്മുടെ പാപം നമ്മളെ നഷ്ടപ്പെടുത്തും എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും കളങ്കം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുമുട്ടാനുള്ള സമയമാണ്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ അതിന് കഴുകൽ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ, അതാണ് നമുക്കുള്ള പ്രയോജനം. കർത്താവ് കാൽവറിയിൽ മരിച്ചതിന്റെ പ്രയോജനം അതാണ്. കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതിന്റെ അനുഭവം അതാണ്. അത് അനുഭവിച്ചുകൊണ്ട് നമുക്കിത് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മുടെ ആ വിളിയെ തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ വിളി കല്യാണ വിരുന്നിലേക്കാണ്, കർത്താവിനോടുള്ള നിത്യതയിൽ നിത്യമായ വാസത്തിലേക്കാണ്. അത് ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള ആ കല്യാണ വസ്ത്രം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്, നമ്മൾ നീതിയുടെ വസ്ത്രത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച ആ നീതിയുടെ വസ്ത്രം കളങ്കപ്പെടാതെ നഷ്ടപ്പെടാതെ നാം നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഏറ്റുപറയാത്ത പാപം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളങ്കം ഇപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി നമുക്ക് ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായതാണ്. അതിപ്പോഴും അത് നിർവഹിക്കുന്നു, ഇപ്പോഴും അത് ശക്തമാണ്. നമുക്കത് ഏറ്റെടുക്കാം, നമുക്കത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയായി നമുക്ക് ക്രൂശിൽ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കാം, തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക. ആ പാട്ട് നമുക്ക് പാടാം.